ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ കണ്ടെത്താനായിട്ട് ഇപ്പോൾ എല്ലാവരും അവരവരുടെ വഴികളിലായിട്ട് അന്വേഷണം നടത്തുകയാണ്. ചന്ദ്രോത്ത് വീട്ടുകാർ ദേവിക, ശാരിക, എസ്തപ്പൻ, മുരളി, ഗിരീഷ്, സിദ്ധാർത്ഥൻ, ഋഷി, അരുന്ധതി, ഇസബെല്ല, കെവിൻ, അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നന്ദന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം, നന്ദനെ ആരായിരിക്കും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നുള്ള ഒരു കാര്യം കണ്ടെത്തുക. ഇതിനിടയിൽ ഇസബെല്ലയും കെവിനും തമ്മിലുള്ള ഒരു സംഭാഷണം ശ്രദ്ധേയാണ്. ഇസബെല്ലയ്ക്ക് ആണെങ്കിൽ നന്ദന് എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ കെവിൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇസബെല്ലയെ ശരിക്കും ഞെട്ടിച്ചു കളയുന്നു. ഋഷിയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുമോ? നന്ദനെതിരെ ഇത്ര ഒരു വലിയൊരു കളി കളിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ നമ്മളെയെല്ലാം വഞ്ചിക്കാനും ഋഷിക്ക് കഴിയും എന്നാണ് കെവിൻ്റെ സംശയം. അതിലും വലിയ ഭയം മറ്റൊന്നാണ്. ശരിക്കും ഋഷിയാണ് നന്ദിനെ കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ സ്വന്തം രക്ഷയ്ക്കായിട്ട് നന്ദിനെ ഇല്ലാതാക്കാനായിട്ടും ഋഷി മടിക്കില്ല. കാരണം കേസ് തെളിയാതിരിക്കാനും പോലീസ് കസ്റ്റഡിയിലേക്ക് നന്ദൻ എത്താതിരിക്കാനുമാണ് ഋഷിയുടെ ശ്രമം. അതിനായിട്ട് ഗുണ്ടാ സംഘങ്ങളുടെ സഹായവും ലഭിക്കുമെന്നൊരു ആശങ്കയും കെവിൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഇസബെല്ല പറയുന്നത് ദേവിക ഇപ്പോൾ പാപ്പനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നന്ദനെ കണ്ടെത്തണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടത് കെവിനാണെങ്കിൽ മറ്റൊരു പേടിയും തോന്നുന്നുണ്ട്. ഈ കേസ് ഇനിയും വഷളായി കഴിഞ്ഞാൽ ഇസബെല്ലയുടെ പാപ്പൻ്റെ ജോലിക്ക് ഭീഷണിയാകാം എന്ന് തന്നെയാണ് കേട്ടോ കെവിൻ പറയുന്നത്. ഇതേസമയം ഋഷിയുടെ വീട്ടിൽ മറ്റൊരു നാടകമാണ് നടക്കുന്നത്. വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞും അരുന്ധതിയോട് വഴക്കിട്ടും ഋഷി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോയി നന്ദനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അരുന്ധതിയോട് പറഞ്ഞ് ഋഷി നിർബന്ധിക്കുന്നു. എന്നാൽ കഴിഞ്ഞ തവണ പോയതിൻ്റെ ക്ഷീണവും സംശയവും കാരണം അരുന്ധതി പോകാനായിട്ട് മടിക്കുന്നുണ്ട്. ഒടുവിൽ ഋഷിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രോത്തേക്ക് പോകാൻ തന്നെ അരുന്ധതി തീരുമാനിക്കുന്നു. അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന അരുന്ധതി നന്ദൻ എവിടെയാണ്, ശിക്ഷിക്കപ്പെടേണ്ട ആളെ നിങ്ങൾ രക്ഷിക്കുകയാണെന്നും പ്രഭാവതി നന്ദനെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും കുറ്റം അവരുടെ നേരെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ ദേവിക ശക്തമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. നന്ദൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിന് അനുമതി നൽകിയത് ഹര്യങ്ങളായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നന്ദൻ എന്തിനു ഒളിച്ചോടണം എന്നാണ് ദേവികയുടെ ചോദ്യം. പക്ഷേ അതിന് മറുപടിയായിട്ട് അരുന്ധതി പറയുന്നുണ്ട്, ഇത് കൊലക്കേസാണ്, ജയിലിൽ പോകുമെന്ന് പേടിച്ചാണ് നന്ദൻ ഒളിഞ്ഞിരിക്കുന്നത്. നന്ദനെ നിങ്ങൾ മാറ്റിയതാണ്, മാത്രമല്ല അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നും അരുന്ധതി പറയുന്നു. ഇത് കേട്ട് ദേവികയാണെങ്കിലും കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. മാഡത്തിന് പേടിയുണ്ടെന്ന് തോന്നുന്നു. ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യം പുറത്തു വരട്ടെ. ആരാണ് കുറ്റക്കാരൻ എന്ന് കോടതി തീരുമാനിക്കും. തെളിവുകൾ സംസാരിക്കട്ടെ എന്നെല്ലാമുള്ള ദേവികയുടെ ആത്മവിശ്വാസം അരുന്ധതിയെ കൂടുതൽ അസ്വസ്ഥതയാക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രഭാവതിയും ഇടപെടുന്നുണ്ട്. പ്രഭാവതിക്കാണെങ്കിൽ ഇപ്പോൾ മുൻപത്തെ പോലെ അരുന്ധതിയുടെ ഒരു സോഫ്റ്റ് കോർണറൊന്നും തോന്നുന്നില്ല. അങ്ങനെ പ്രഭാവതിയും വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് അരുന്ധതിയുടെ നേരെ പ്രതികരിക്കുന്നത്. ഹരിസാർ ഒരിക്കലും നന്ദനെ രക്ഷിക്കാനല്ല വന്നത്, സത്യം കണ്ടെത്താനും നീതി ഉറപ്പാക്കാനുമാണ് അദ്ദേഹത്തിൻ്റെ ശ്രമമെന്ന് ദേവിക വ്യക്തമാക്കുന്നു. നന്ദുവിനെ കാണാതായതിൽ തങ്ങൾക്കും വലിയ ആശങ്കയുണ്ടെന്ന് പ്രഭാവതിയും തുറന്നു പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതോടുകൂടി തന്നെ അരുന്ധതിക്ക് ഇവിടെ വന്നത് തന്നെ അബദ്ധമായോ എന്നൊരു സംശയമാണ് തോന്നിപ്പോകുന്നത്. മറുവശത്താണെങ്കിൽ ദേവിക ഓരോ നിമിഷവും കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതേസമയം ഹരിസാറാണെങ്കിൽ ഐസക്കിനെ വിളിച്ച് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. നന്ദൻ്റെ മിസ്സിംഗ് കേസിൽ ഇതുവരെ എന്ത് പുരോഗതിയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം കർശനമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായൊരു അപ്ഡേറ്റ്സും ഇല്ലാത്തത് വലിയ വീഴ്ചയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതോടൊപ്പം ഋഷിയുടെ മിസ്സിംഗ് കേസും നന്ദൻ്റെ കേസും തമ്മിൽ ബന്ധമുണ്ടെന്ന് തനിക്ക് വ്യക്തമായിട്ടുള്ള സംശയമുണ്ടെന്നും 2 കേസുകളും ഒരുമിച്ച് അന്വേഷിക്കണമെന്നും ഹരിസാര നിർദ്ദേശിക്കുന്നു. ഇതുവരെ ശേഖരിച്ച എല്ലാ തെളിവുകളും അന്വേഷണ റിപ്പോർട്ടുകളും ഉടൻ തന്നെ കാണിക്കണമെന്നും ഹരിസാർ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട ഐസക് ആകെ പരിഭ്രമിക്കുന്നുണ്ട്. കാരണം ഇതുവരെ അന്വേഷണത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. പ്രധാന തെളിവായിട്ട് മാറാൻ സാധ്യതയുള്ള ഇസബെല്ലയെക്കുറിച്ചുള്ള കാര്യങ്ങളും പുറത്തു വരുമോ എന്നുള്ളൊരു പേടിയും ഐസക്കിനുണ്ട്. ഒടുവിൽ ഹരിസാറാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അന്വേഷണം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ മറ്റൊരു ഓഫീസറെ ഈ കേസിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ താൻ ആവശ്യപ്പെടുമെന്നും അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഴ്ചകൾക്കും മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇസബെല്ലയുടെയും ഋഷിയുടെയും ആ നീക്കങ്ങൾ, അതായത് നന്ദനെ കടത്തിക്കൊണ്ടു പോകാനായിട്ട് അവർ പ്ലാനിട്ട കാര്യങ്ങളെല്ലാം കെവിന് നന്നായിട്ട് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദൻ അവരുടെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, അവരുടെ ഗുണ്ടകളുടെ കൈകളിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കെവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകൾ എത്തുന്നതിന് മുൻപേ തന്നെ കെവിനാണ് ചന്ദ്രോത്തെത്തി നന്ദനെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും കെവിൻ തന്നെയാണ് ഇടയിൽ നിന്നും അവരെ കൊണ്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്.
അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്